ബീഹാറിലെ രാഷ്ട്രീയ തിരിച്ചടികൾക്കിടെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര പശ്ചിമബംഗാളിൽ പര്യടനം തുടരുകയാണ്. സിലിഗുരി ജില്ലയിലെ പൊതുയോഗത്തിന് പോലീസ് അനുമതി നിഷേധിച്ചതിൽ കടുത്ത അതൃപ്തിയിലാണ് കോൺഗ്രസ് നേതൃത്വം. മമതാ ബാനർജി യാത്രയിൽ പങ്കെടുക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. യാത്ര നാളെ ബീഹാറിൽ പ്രവേശിക്കും. നോബൽ മാരിക്കാരൻ ചേരുന്ന വിവരങ്ങളുമായി. നോബൽ, ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര, മമതാ ബാനർജിയുടെ പശ്ചിമബംഗാളിൽ, നാളെ നിതീഷ് കുമാറിന്റെ ബീഹാറിൽ. മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ എന്തായിരിക്കും കോൺഗ്രസിന്റെ നീക്കങ്ങൾ? വിനീത, പ്രതികൂല രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ് യാത്ര കടന്നു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് യാത്ര പശ്ചിമബംഗാളിൽ പര്യടനം ആരംഭിക്കുമ്പോൾ തന്നെ ബീഹാറിൽ ഏറെക്കുറെ സർക്കാർ കയ്യിൽ നിന്ന് പോയിരുന്നു. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് നിതീഷ് കുമാർ NDAയുടെ ഭാഗമായി വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടായി. എന്താണെങ്കിലും ഇന്നത്തെ പര്യടനം പശ്ചിമബംഗാളിൽ യാത്ര പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ജൽപായ്ഗുരിയിൽ നിന്ന് ആരംഭിച്ച യാത്ര സോനാപൂരിൽ പര്യടനം പൂർത്തിയാക്കി. ഇന്ന് കാൽനടയായും ബസ്സിലുമായിരുന്നു യാത്ര മുന്നോട്ട് പോയത്. അതേസമയം യാത്രയ്ക്ക് ഇന്നിപ്പോൾ സിലിഗുരിയിൽ പൊതുസമ്മേളനത്തിന് അനുമതി നിഷേധിച്ചത് വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിൽ അമർഷമാണ് ഉള്ളത്. പക്ഷേ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകരുത് എന്ന നിർദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസ് അതിൽ പൊട്ടിത്തെറിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പോലീസുകാരുടെ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഉള്ളതുകൊണ്ടാണ് അനുമതി നിഷേധിച്ചത് എന്നാണ് ഒരു ഔദ്യോഗിക വിശദീകരണം വരുന്നത്. അതേസമയം ന്യായയാത്ര പശ്ചിമബംഗാളിൽ പര്യടനം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപായിരുന്നു മമതാ ബാനർജി അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന പ്രഖ്യാപനം നടത്തിയത്. പക്ഷേ മമതാ ബാനർജിയുടെ ആ പ്രഖ്യാപനത്തെ വളരെ കൃത്യമായ രീതിയിൽ ഇടപെടലാണ് നടത്താനാണ് കോൺഗ്രസ് തീരുമാനിച്ചത്. അതിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ദേശീയ തലത്തിൽ ഉണ്ടായില്ല. മമതാ ബാനർജിയുമായി അനുനയ നീക്കം തുടരും എന്നാണ് വ്യക്തമാക്കിയത്. അതിനു പിന്നാലെ മമതയെ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ നേരിട്ട് ഫോണിൽ വിളിക്കുകയും ഈ യാത്രയുടെ ഭാഗമാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെ യാത്രയുടെ ഭാഗമാകാൻ തൃണമൂൽ കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്നും എടുത്തു പറയേണ്ടതാണ്. ഇനിയിപ്പോൾ നാളെ ബീഹാറിലേക്ക് യാത്ര പോവുകയാണ്. നിതീഷ് കുമാർ ഏറെക്കുറെ ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ട് സഖ്യത്തെ തകർത്തുകൊണ്ട് NDAയിൽ എത്തിയിരിക്കുന്നു. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നു. രാഷ്ട്രീയ ഗതി തന്നെ മൊത്തം മാറിയിരിക്കുന്നു. രാഷ്ട്രീയ കാറ്റ് തന്നെ മാറ്റി വീശിയിരിക്കുന്നു. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് അങ്ങോട്ട് ഈ യാത്ര കയറ്റൽ ചെല്ലുന്നത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചൊരു വലിയ പ്രതിസന്ധിയായിരിക്കും ബീഹാറിൽ യാത്ര നേരിടാൻ പോവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മുന്നണിയെ തന്നെ ഇല്ലാതായ ഒരു സ്ഥലത്തേക്കാണ് യാത്ര എത്തുന്നത്. ഒപ്പം കോൺഗ്രസിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. എന്താണെങ്കിലും നാളെയും അതോടൊപ്പം മറ്റന്നാളും ന്യായയാത്ര ബീഹാറിൽ പര്യടനം നടത്തും. പക്ഷേ വീണ്ടും തിരിച്ച് പശ്ചിമബംഗാളിലേക്ക് തന്നെയാണ് യാത്ര എത്തുക. പിന്നീട് പശ്ചിമബംഗാൾ യാത്ര പര്യടനം ആരംഭിക്കുമ്പോൾ അതിൽ മമതാ ബാനർജി പങ്കെടുക്കുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്താണെങ്കിലും വളരെ പ്രതികൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ് യാത്ര മുന്നോട്ട് പോകുന്നത് എന്നാണ് യാഥാർത്ഥ്യം. ഈ യാത്രയുടെ ലക്ഷ്യം തന്നെ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക, ഒപ്പം കോൺഗ്രസ് സ്വയം കരുത്താർജിക്കുക എന്നുള്ളതായിരുന്നു. ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തേണ്ട സ്ഥലത്ത് മുന്നണി തന്നെ പൂർണ്ണമായും ശിഥിലമായ ഒരു കാഴ്ച കാണുന്നു. അതുതന്നെയാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര പശ്ചിമബംഗാളിൽ എത്തിയതേ ഉള്ളൂ. അപ്പോഴേക്കും ബീഹാറിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. ഇനി മമതാ ബാനർജിയെ അനുനയിപ്പിക്കുക എന്ന നീക്കമായിരിക്കും കോൺഗ്രസ് നടത്തുക എന്ന